C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇപ്പൊ എല്ലാരും ഹാപ്പി ആയില്ലേ? അമ്മ പറഞ്ഞു നിങ്ങളുടെ ഭർത്താക്കന്മാരെ തിരിച്ചു വന്ന കാര്യം. അതെ, DK നിന്നെ അംഗീകരിച്ചു, ഞങ്ങളും അംഗീകരിച്ചു. പക്ഷെ നീ കാരണം ഞങ്ങൾക്കിപ്പൊ ജീവിക്കാൻ വയ്യാതായി. അതിനിപ്പോ ഞാനെന്ത് ചെയ്തു? നിങ്ങളുടെ ഭർത്താക്കന്മാരെ തിരിച്ചു വരണമെന്നല്ലേ ഞാനും ആഗ്രഹിച്ചുള്ളൂ. കാര്യമൊക്കെ ശരിയാ, പക്ഷെ നിങ്ങളുടെ ലവിന്റെ വോൾട്ടേജ് കുറച്ച് കൂടുതലാ. ഞങ്ങളുടെ മുന്നില് അതിന്റെ വോൾട്ടേജ് കുറച്ചേ പറ്റൂ. എന്ന് പറഞ്ഞാലേ ഇത്രയും ഷോ ഓഫ് വേണ്ടാന്ന് ഇപ്പൊ കാര്യം മനസ്സിലായോ? ജ്യോതി, ഇവര് പറയുന്നത് നിങ്ങളുടെ ഈ പ്രേമ പ്രകടനം കുറച്ചു കൂടുതലാന്ന്. ചിത്രയ്ക്കും ആ അഭിപ്രായം തന്നെയാണോ? എനിക്ക് അത്രയ്ക്ക് കടുപ്പിച്ച് അങ്ങനെയുള്ള അഭിപ്രായമില്ല. പക്ഷേ ഇവരുടെ അഭിപ്രായം അനുസരിച്ച് നോക്കുമ്പോ നീ ഇങ്ങനെ അങ്ങും ഇങ്ങും തൊടാതെ രാഷ്ട്രീയക്കാര് പറയുന്ന പോലെ പറയാതെ കൃത്യമായിട്ടൊരു അഭിപ്രായം പറയ. അതോ ജ്യോതിയെ കണ്ടപ്പോ നിന്റെ മുട്ട് വിറച്ചോ? എന്താ ഇപ്പൊ നിങ്ങളുടെ ശരിക്കുള്ള പ്രശ്നം? ഏയ് ഒന്നുമില്ല, കുറച്ച് അസൂയ. സത്യം പറഞ്ഞ അത്രേ ഉള്ളൂ. എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ വിഷമം. മായേ, സ്നേഹം ഒളിപ്പിച്ചു വെക്കാനുള്ളതല്ല, അത് പ്രകടിപ്പിക്കാനുള്ളതാ. ഒരാൾക്ക് മറ്റൊരാളോടുള്ള സ്നേഹം അത് അനുഭവിക്കാനുള്ളതാ. പ്രകടിപ്പിക്കാത്ത സ്നേഹത്തിന് ഒരു വിലയില്ല ഇവിടെ. താര, സ്വന്തം ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിയാത്തവരാ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ എത്തി നോക്കുന്നത്. ഞങ്ങൾ ആരും എങ്ങോട്ടും എത്തി നോക്കുന്നില്ല. പക്ഷേ സിനിമ പോലെ ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ അത് കണ്ടില്ലെന്ന് വയ്ക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ പറ്റും? നിങ്ങളുടെ പ്രേമോ സ്നേഹപ്രകടനമൊക്കെ ബെഡ്റൂമിൽ പോരെ? നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് അവർക്ക് സ്നേഹമില്ലെന്ന് അർത്ഥമുണ്ടോ? നീ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത് പ്രകടിപ്പിക്കാത്ത സ്നേഹത്തിന് ഒരു വിലയില്ലെന്ന്? ആ പാവങ്ങൾക്ക് അത് പ്രകടിപ്പിക്കാൻ അറിഞ്ഞൂടാ. നിങ്ങളുടെ സ്നേഹം കാണുമ്പോഴേ അതുകൊണ്ടാ ഞങ്ങൾക്ക് ഇത്ര അസൂയ. കേട്ടില്ലേ ജ്യോതി, ഇതാ പ്രശ്നം, ഈ അസൂയ. സത്യമാ, നിന്നോട് ഞങ്ങൾക്കിപ്പോ ശരിക്കും അസൂയ തന്നെയാ. അല്ലാതെ നിന്നോട് ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല. പ്രേമത്തിന്റെ ABCD അറിഞ്ഞൂടാത്ത 3 കുരങ്ങന്മാരാ ഞങ്ങളുടെ ഭർത്താക്കന്മാര്. അതേ മരുമക്കളെ, നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഇത് വെറും മഴയല്ല, പ്രണയത്തിന്റെ പെരുമഴയാ. ഇടവപ്പാതിയിൽ കുത്തിയൊലിക്കുന്ന പെരുമഴ പോലെ ഞാൻ ഈ അംഗരാജ്യത്തിൽ കുത്തിയൊലിച്ചങ്ങ് പെയ്യും. അതില് DK മാത്രമല്ല, ഈ അമരാവതി മുഴുവൻ നനഞ്ഞങ്ങ് കുതിരും. പ്രേമത്തിന്റെ മഹാപ്രളയത്തിൽ ഈ അമരാവതി നിറഞ്ഞു കവിയും. മായച്ചി, ഇവള് പറയുന്ന കേക്കുന്നില്ലേ? ഇവള് നമ്മളെ കളിയാക്കുക. ജ്യോതി, നിന്റെ ഡ്രാമ ഒന്ന് നിർത്ത്. ഇത് കേട്ടിട്ട് തന്നെ പേടിയാവുക. സ്വന്തം ഭർത്താക്കന്മാരെ പ്രേമിക്കുന്നതിന് എന്തിനാ മരുമക്കളെ പേടിക്കുന്നത്? നിങ്ങളും പ്രേമിക്കും മരുമക്കളെ. പ്രേമത്തിന്റെ സുഗന്ധത്താൽ ഈ അമരാവതി നിറയട്ടെ. മായച്ചി, ഇവൾക്ക് ഭ്രാന്തായിന്നാ തോന്നുന്നത്. പ്രേമത്തിന്റെ മുഴുഭ്രാന്ത്. അല്ല, അമ്മയുടെ അമ്മ കുളിക്കാൻ പോയി. അല്ല, ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഹാപ്പി ആണല്ലോ അല്ലേ? ഹാപ്പി ആവാതെ പിന്നെ? അമരാവതി വീടിപ്പോ മൊത്തത്തിൽ ഹാപ്പി അല്ലേ? അല്ല, നിങ്ങളെന്താ ഞങ്ങളോട് ഇത്ര പെട്ടെന്ന് വരാൻ പറഞ്ഞ? എന്തായിരുന്നു ഇവിടെ അത്രയ്ക്കങ്ങ് അത്യാവശ്യം? ബാലു, ഒന്നും അറിയാത്ത പോലെ ഭാവിച്ചേക്കല്ലേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കാണണമെന്ന് തോന്നി, വിളിച്ചു. അതിനിപ്പോ ഇത്രയ്ക്ക് ജാട കാണിക്കണോ? അല്ല, 3 പേരുടെ മുഖത്ത് ഒരു വാട്ടം ഉണ്ടല്ലോ. എന്തുപറ്റി? അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? അവിടെ ഒരു കുഴപ്പമില്ല.
അവിടെ ബിസിനസ് ഒക്കെ നല്ല ഭംഗിയായി നടക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു 2 ദിവസം അവിടെ ഇല്ലാന്ന് വിചാരിച്ചേ ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. അപ്പോ 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോവോ? അല്ല, തിരിച്ചു പോകുന്ന കാര്യം ഡിക്കോട് സംസാരിക്കണം. ഇനി നിങ്ങളെ 3 പേരെയും ബാംഗ്ലൂരിലേക്ക് തിരിച്ചുവിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളത് DKയോട് സംസാരിച്ചിട്ടുണ്ട്. അല്ല, ബാലു ചോദിച്ചാൽ എനിക്കും ചോദിക്കാനുള്ളത്. ഇത്ര തിരക്കിട്ട് ഞങ്ങൾ വിളിച്ചു വരുത്തി എന്തിനാ? സ്നേഹിക്കാൻ. അങ്ങോട്ട് ഞങ്ങൾ പറയുന്നത് പോലെ 3 പേരും കേട്ടോണം. അക്കാര്യത്തില് ഞങ്ങൾ 3 പേരും ഒറ്റക്കെട്ടാ. മനസ്സിലായോ? ഇതെന്താ പട്ടാള പേരുണ്ടോ? ആ, ഇനി കുറച്ചങ്ങോട്ട് പട്ടാള ഭരണം തന്നെയാ. ഡേ ശ്രീയേട്ടാ, ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങളുടെ ഒപ്പം നിൽക്കണം. മനസ്സിലായോ? കൂടെ നിന്ന് കാല് വാരരുത്. താര പറഞ്ഞത് കേട്ടല്ലോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ 3 പേരും ഞങ്ങൾ പറയുന്നത് പോലെ കേൾക്കണം. ശരി, കേൾക്കാം. കാര്യം പറ. നിങ്ങൾ 3 പേരും നിങ്ങളുടെ ഭാര്യമാരായ ഞങ്ങളെ സ്നേഹിക്കണം. ഇപ്പോ ഞങ്ങൾക്ക് നിങ്ങളോട് സ്നേഹമില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇപ്പൊ സ്നേഹിക്കുന്നത് പോലെ അല്ല. പിന്നെ DK ജ്യോതിയെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.